ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കഷൻ ചെയ്യുന്നത് അതായത് ക്വാർട്ടൈൽ ഡീവിയേഷനും അതിൻ്റെ ഒപ്പം തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ കോഎഫിഷ്യൻറ്റുമാണ്. നമ്മൾ റേഞ്ചിൻ്റെ കോഎഫിഷ്യൻറ്റും പഠിച്ചിരുന്നില്ലേ, അതേപോലത്തെ പാറ്റേൺ തന്നെയാണ് ഇവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്. ക്വാർട്ടൈൽ ഡീവിയേഷനും ചെയ്യണം, ക്യൂഡിയും ചെയ്യണം, അതിൻ്റെ കോഎഫിഷ്യൻറ്റും ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതേപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തു. Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷന്റെ കോഎഫിഷ്യന്റ് കാണാനുള്ള ഇക്വേഷൻ മാത്രമേ നമുക്ക് അറിയേണ്ടുള്ളൂ. എന്താണ്? Q3 മൈനസ് Q1 ഓൾ ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. നമ്മൾ റേഞ്ച് കണ്ടതേപോലെ തന്നെ L മൈനസ് എസ് എൽ പ്ലസ് എസ് എന്ന് പഠിച്ചില്ലേ, ഡിവൈഡഡ് ബൈ എൽ പ്ലസ് എസ് എന്ന് പഠിച്ചില്ലേ, അതേപോലെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. അപ്പൊ മക്കളെ നമ്മൾ Q3 എങ്ങനെ കാണുമെന്ന് മനസ്സിലായി. Q3 കണ്ടെത്തണം, Q1 കണ്ടെത്തണം, എന്നിട്ട് Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് QD കണ്ടെത്തുക അഥവാ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടെത്തുക എന്ന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്? QDയും കാണണം, അതിനോടൊപ്പം തന്നെ കോഎഫിഷ്യന്റും കാണണം. അപ്പൊ നോക്കുക, ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേജ് നമ്പർ, നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിലെ പേജ് നമ്പർ 120 ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ കിടക്കുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കൂ. ഫ്രം ദ ഫോളോവിങ് ഫിഗേഴ്സ് ഫൈൻഡ് ദ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് ഈസ് കോഎഫിഷ്യന്റ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാല് 6 മാർക്കിനോ 8 മാർക്കിനോ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ എല്ലാ സ്റ്റെപ്പും ചെയ്ത് ഈ ടേബിൾ അറേഞ്ച് ചെയ്ത് ഇക്വേഷൻ എഴുതി ഈ ഇക്വേഷനിലിട്ട് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ 8 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. 1 മാർക്ക് പോലും ഇതിൽ നഷ്ടപ്പെടില്ല. നമ്മളൊരു തിയറി ആണെങ്കിൽ തിയറിയിൽ നമുക്ക് എത്ര എഴുതിയാലും മാർക്ക് 1 or 2 മാർക്കൊക്കെ കുറഞ്ഞു പോകും. പക്ഷെ ഒരിക്കലും പ്രോബ്ലം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ആൻസർ കൃത്യമാണെങ്കിൽ മാർക്ക് പോവില്ല. അതുകൊണ്ട് 6 മാർക്കിനും 8 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ എന്തൊക്കെ കാണണം? ക്വാർട്ടൈൽ ഡീവിയേഷനും കാണണം, കോഎഫിഷ്യന്റും കാണണം. അപ്പൊ നോക്കൂ, ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ക്വാർട്ടൈൽ ഡീവിയേഷനും കോഎഫിഷ്യന്റും വ്യക്തമാക്കാനാണ് നമ്മളോട് പറയുന്നത്. അതില് ഹൈറ്റ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡന്റ് തന്നിട്ടുണ്ട്. കുട്ടികളുടെ ഹൈറ്റും എത്ര കുട്ടികളാണ്? 150 cm വരുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 15 കുട്ടികളുണ്ട്. 151 സെന്റിമീറ്റർ വരുന്ന എത്ര കുട്ടികളാണുള്ളത്? 20 കുട്ടികൾ. 152 സെന്റിമീറ്റർ വരുന്നതിൽ 32 കുട്ടികൾ. 153 സെന്റിമീറ്റർ വരുന്നതിൽ 35 കുട്ടികൾ. 154 സെന്റിമീറ്റർ വരുന്നതിൽ 33 കുട്ടികൾ. 155 സെന്റിമീറ്റർ വരുന്നതിൽ 22 കുട്ടികൾ. 156 സെന്റിമീറ്റർ വരുന്നതിൽ 20 കുട്ടികൾ. 157 സെന്റിമീറ്റർ വരുന്നതിൽ 12 കുട്ടികൾ. ആൻഡ് 158 സെന്റിമീറ്റർ വരുന്നതിൽ 10 കുട്ടികൾ. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ടേബിൾ. ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെ കാണണം മക്കളെ? ക്വാർട്ടൈൽ ഡീവിയേഷനും കാണണം, കോഎഫിഷ്യന്റും കാണണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ നമ്പർ ഓഫ് സ്റ്റുഡന്റിനെയും ഹൈറ്റിനെയും ടേബിൾ ആക്കി എഴുതുക. ഹൈറ്റ് നമ്മൾ എഴുതി, എത്ര? 150 ടേബിൾ ആക്കുക. ഇതാ കമ്പ്യൂട്ടേഷൻ ഇൻ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് സീരീസ്. നമ്മളിത് ഒരു ഡിസ്ക്രീറ്റ് സീരീസിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മള് അത് ഏത് കേസിലൂടെ ചെയ്യണം? ഡിസ്ക്രീറ്റ് സീരീസിലൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഹൈറ്റിനെ അങ്ങനെ എടുത്ത് എഴുതി ടേബിൾ ആക്കി. 150, 151, 152, 153, 154, 185, 156, 187, 188 എന്ന് നമ്മള് ഹൈറ്റിനെ ഈ ടേബിളിലേക്ക് ഇറക്കി എഴുതി. അടുത്തത് നമ്മൾ എന്താ ചെയ്യാ? നമ്മളെ നമ്പർ ഓഫ് സ്റ്റുഡന്റ് എത്രയാണ് എഴുതുക. 15, 20, 32, 35, 33, 22, 20, 12, 10. അങ്ങനെ നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡന്റിനെയും എടുത്ത് എഴുതി. ഇനി നമുക്ക് എന്താ കാണേണ്ടത് മക്കളെ? കുമുലേറ്റീവ്. ഏതിന്റെ? ഈ സ്റ്റുഡന്റിന്റെ CF ആണ്, കുമുലേറ്റീവ് ആണ് നമുക്ക് കാണേണ്ടത്. സ്റ്റുഡന്റ് 15, ആ 15നെ
20 കൂടെ ആഡ് ചെയ്തപ്പോഴാണ് കുമുലേറ്റീവ് ആയത് 35 ആ 35നെ 32 കൂടെ ആഡ് ചെയ്യുമ്പോൾ 67 67നെ 35 കൂടെ ആഡ് ചെയ്യുമ്പോൾ 102 102നെ 33 കൂടെ ആഡ് ചെയ്യുമ്പോൾ 135 135നെ 22 കൂടെ ആഡ് ചെയ്യുമ്പോൾ 157 157നെ 20 കൂടെ ആഡ് ചെയ്യുമ്പോൾ 177 177നെ 12 കൂടെ ആഡ് ചെയ്യുമ്പോൾ 159 189നെ 10 കൂടെ ആഡ് ചെയ്യുമ്പോൾ 199 ഇതാണ് ഇതിന്റെ ക്യുമുലേറ്റീവ് ഇവിടെ കണ്ടു. നമ്പർ ഓഫ് സ്റ്റുഡന്റിന്റെ ക്യുമുലേറ്റീവ് ആണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ മൊത്തം ഇത് കൂട്ടുമ്പോൾ എത്ര തന്നെയാ വരിക? 199 തന്നെയാണ് വരിക. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ മൊത്തം അത് ആഡ് ചെയ്യുമ്പോഴും എത്ര തന്നെ വരിക? 199. അപ്പൊ ഈ ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് സ്റ്റുഡന്റിന്റെ ക്യുമുലേറ്റീവ് ആണ് നമ്മൾ ഈ ടേബിളില് കണ്ടെത്തിയത്. ഇത് ഇങ്ങനെ കൂട്ടി കൂട്ടി പോണത് ഇവിടെ കാണിച്ചാൽ മതി. ഇനി നമ്മൾക്ക് എന്തൊക്കെ കാണണം? നമ്മൾക്ക് ക്യൂഡിയും കാണണം, കോഎഫിഷ്യന്റ് ഓഫ് ക്യൂഡിയും കാണണം, ക്വാർട്ടൈൽ ഡീവിയേഷനും കാണണം, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും കാണണം. അതിന് നമ്മൾ എന്ത് ചെയ്തു നോക്കൂ. ക്യൂഡി കാണണമെങ്കിൽ Q3 കണ്ടെത്തണം, Q1 കണ്ടെത്തണം അല്ലേ? അപ്പൊ Q3 Q1 കാണാൻ വേണ്ടി നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാണ്. നമ്മളുടെ മൊത്തം CF എത്രയാണ്? 190. മൊത്തം എണ്ണം എത്രയാണ്? 199 ആണ്. അത് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? n സമം 199. ഇനി Q1 എങ്ങനെ കാണുക? സൈസ് ഓഫ് n plus 1th item all divided by 4. അതായത് Q1 നമ്മൾ കാണുന്നത് സൈസ് ഓഫ് n plus 1th item divided by 4 എന്ന് കൊടുക്കും. അപ്പൊ നമ്മളുടെ n എന്ന് പറയുന്നത് എത്രയാണ് കുട്ടികളെ? 199. അപ്പൊ സൈസ് ഓഫ് 199 plus 1 divided by 4. 199നെ 1 കൊണ്ട് കൂട്ടുമ്പോ 200 കിട്ടും. 200നെ 4 കൊണ്ട് അടിക്കുമ്പോ 50 കിട്ടും. അപ്പൊ 50 ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ക്യുമുലേറ്റീവ്, അതിന് വേണ്ടിട്ട് ഈ ക്യുമുലേറ്റീവ് ഉണ്ടാക്കിയാണ്. 50 ഐറ്റം ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ 50ാമത്തെ ഐറ്റം ആയിട്ട് കാണുക 67നെയാണ്. അപ്പൊ 50 കൃത്യമായിട്ട് ഇവിടെ ഇല്ല. പിന്നെ 35 എടുക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പൊ 50ന്റെ മുകളിലായി വരുന്നത് പിന്നെ ആരാണ്? 67 ആണ്. അപ്പൊ 67 50ാമത്തെ ഐറ്റം ആയി കാണുന്ന 60 അതിന്റെ ഐറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 50ാമത്തെ ഐറ്റം 152. അതാണ് നമ്മളുടെ Q1 152. കുട്ടികളെ, നിങ്ങൾക്ക് പലർക്കും ഇതെങ്ങനെ കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. n1 n പറയുന്നത് 199 ആണ്. ആ 199നെ 1 കൊണ്ട് കൂട്ടുമ്പോ 200 കിട്ടും. ആ 200നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 50 കിട്ടും. ആ 50നെ നമ്മള് ഇവിടെ 50 ആയിട്ടില്ല, ഇവിടെ 50നേക്കാൾ മുകളിലുള്ളതാണ് നോക്കുക. 67 ആണ്. അപ്പൊ ആ 67ലെ ഐറ്റം വരുന്നത് എവിടെയാണ്? ഐറ്റം എത്രയാണ്? 152 ആണ്. 50ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് 152. ഓക്കെ, 152 എഴുതി. ഇനി നമ്മൾ Q3 കാണണം. Q3 സമം സൈസ് ഓഫ് 3 n plus 1 the item all divided by 4. Q3 കാണാനുള്ള ഇക്വേഷൻ ആണ്. Q3 നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അതിൽ എന്താ ചെയ്യാ? n പറയുന്നത് എത്ര മക്കളെ? 199 ആണ്. അപ്പൊ 3 ബ്രാക്കറ്റ് 199 plus 1 divided by 4. 199നെ 1 കൊണ്ട് കൂട്ടുമ്പോ 200 കിട്ടും. ആ 200നെ 3 കൊണ്ട് ഗുണിക്കും. 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇവിടെ എത്രയായി മാറിയത്? 600 ആയി മാറിയത്. ഈ 600നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എത്ര ആൻസർ കിട്ടുക? 150 കിട്ടും. അപ്പൊ മക്കളെ, ഇവിടെ 150 എന്ന് പറയുമ്പോൾ 150 150നേക്കാൾ മുകളിലുള്ളത് വരണം. അത് 157. അപ്പൊ ഈ 157ന്റെ ഐറ്റം ആയിട്ട് കണക്കാക്കുക ഏതാ? 155. 150 ഇവിടെ കിട്ടും. ഈ 150ന്റെ ഐറ്റം എന്ന് പറയുന്നത് ഏതാ? 157 ആണ്. ആ 157 വരുന്ന ഐറ്റം ആയിട്ട് കാണുക ഏതാണ്? 150ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് 155. മനസ്സിലായോ? ഇവിടെ 150 വന്നു. ഈ 150ന് 150 150ന് മുകളിലുള്ളതോ വരണം. അപ്പൊ 157. ആ 157ന്റെ ഐറ്റം എന്ന് പറയുന്നത് ഏതാ? 155. ഇനി നമുക്ക് QD കാണാൻ സുഖല്ലേ? Q1 Q3 കണ്ടു, Q1 കണ്ടു. Q1 152, Q3 155 ആണ്.
അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് പോന്നു. എന്താ ചെയ്തേ? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. 155 മൈനസ് 150 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമ്മൾ 155നെ 150 കൊണ്ട് മൈനസ് ചെയ്യുമ്പോ എത്ര കിട്ടുക? അതായത് 150 അല്ല കേട്ടോ, 152ആണ്. അതോടെ എനിക്കൊരു കൺഫ്യൂഷൻ ആണ്. അതായത് ഇവിടെ ഇത് Q1 എന്ന് പറയുന്നത് 152ആണ്. അപ്പൊ 155 പറയുന്നത് Q3, Q1 152. ഓക്കെ, Q1 152, Q3 155. അപ്പൊ 155 മൈനസ് 152 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 155നെ 152 കൊണ്ട് മൈനസ് ചെയ്യുമ്പോ 3 വരിക, ഡിവൈഡഡ് ബൈ 2. 3നെ 2 കൊണ്ട് ഹരിക്കുമ്പോ 1.5 കിട്ടും. ഇതാണ് നമ്മളുടെ QD എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് QD വരെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് QD കാണണ്ടേ. അതിന്റെ ഇക്വേഷൻ എന്താ? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. Q3 എന്ന് പറയുന്നത് എത്ര? 155 അല്ലേ? Q3 എന്ന് പറയുന്നത് 155. Q1 എന്ന് പറയുന്നത് എത്രയാണ്? 152. വീണ്ടും എന്താ? Q3 പറയുന്നത് 155. Q1 എന്ന് പറയുന്നത് 152. 155നെ 152 മൈനസ് ചെയ്യാദ്യം. അപ്പൊ എത്ര കിട്ടുക? 3 കിട്ടും. പിന്നെ 155നെ 152 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടുക? 307 കിട്ടും. എന്നിട്ട് ഈ 3നെ 307 കൊണ്ട് ഹരിക്കുമ്പോ നമുക്ക് ആൻസർ എത്ര വരിക? 3 ഹരിക്കണം 307 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 0.0097. എപ്പോഴും കോഎഫിഷ്യന്റ് QD ഒരിക്കലും നെഗറ്റീവ് ആവില്ല, എന്നാലോ 0 അല്ലെങ്കിൽ 1 അത്രേ ആൻസർക്ക് എത്തുള്ളൂ. അപ്പൊ നമുക്ക് വന്നു കോഎഫിഷ്യന്റ് QD 0.0097 ആൻസർ കിട്ടും. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ചത് എന്താ? ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനും പഠിച്ചു, ക്വാർട്ടൈൽ ഡീവിയേഷന്റെ കോഎഫിഷ്യന്റ് കാണാനും പഠിച്ചു. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണുക എന്ന് പറഞ്ഞാൽ എന്താ? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അത് ഇവിടെ 7ാമത്തെ പ്രോബ്ലത്തിലും ചെയ്തു, 8ാമത്തെ പ്രോബ്ലത്തിലും ചെയ്തു. പിന്നെ ക്വാർട്ടൈൽ ഡീവിയേഷന്റെ കോഎഫിഷ്യന്റ് പറഞ്ഞാൽ എങ്ങനെ കാണുക? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 പ്ലസ് Q1. അപ്പൊ 2 രീതിയിൽ നമ്മൾ കണ്ടെത്തിയ ആൻസർ. ഇതിൽ ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് സെക്ഷനിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. 9th ക്വസ്റ്റ്യൻ. നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷനും അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് ക്വാർട്ടൈൽ ഡീവിയേഷനും എങ്ങനെ ചെയ്യുക എന്നുള്ളത് 8ാമത്തെ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഏതാ നോക്കൂ? 9th ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ പേജ് നമ്പർ 122, നിങ്ങളുടെ ഗൈഡിലെ പേജ് നമ്പർ 122 9ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടായിരിക്കും. നോക്കൂ. യൂസിങ് ക്വാർട്ടൈൽ ഡീവിയേഷൻ state which group of the two variables A and B is more variable. ഇവിടെ താഴെ 2 വേരിയബിൾസ് തന്നിട്ടുണ്ട്, എയും ബിയും. അതിൽ നിന്ന് എന്ത് കണ്ടെത്താനാണ് നമ്മളോട് പറയുന്നത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ. രണ്ടിൻ്റെയും ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടെത്തിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഏതിലാണ്, QD കിട്ടുന്നത് ഏതിലാണ് എന്ന് നോക്കാനാണ് നമ്മളോട് പറയുന്നത്. യൂസിങ് ക്വാർട്ടൈൽ ഡീവിയേഷൻ സ്റ്റേറ്റ് വിച്ച് ഗ്രൂപ്പ് ഓഫ് ദ 2 വേരിയബിൾസ് A and B is more variable. A എന്നും B എന്നും 2 വേരിയബിൾസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മക്കളെ, നമുക്ക് എയും തന്നു ബിയും തന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ എയിൽ മിഡ് പോയിന്റും ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. ബിയിലും മിഡ് പോയിന്റും ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. എയിൽ മിഡ് പോയിന്റ് 15, 20, 25, 30, 35, 40, 45. ഏത്ത ഫ്രീക്വൻസി 15, 33, 56, 103, 40, 32, 10. അതേപോലെ ബിയിൽ മിഡ് പോയിന്റ് 100, 150, 200, 250, 300, 350, 400, 450. ഫ്രീക്വൻസി
340, 492, 890, 1420, 620, 360, 187 ആൻഡ് 140. ഇതാണ് ബീത്തെ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? എ എടുത്ത്. അപ്പോൾ അതിൻ്റെ ആൻസർ കണ്ടെത്തണമെങ്കിൽ ആദ്യം നമുക്ക് എ എന്ന വേരിയബിൾസ് എടുക്കാം. എ എടുത്തു. ഫസ്റ്റ് വി കാൽക്കുലേറ്റ് എ വേരിയബിൾ. ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വേരിയബിൾ ഏതാണ്? എ വേരിയബിളാണ് കേട്ടോ. അപ്പോൾ എയുടെ മിഡ് പോയിൻ്റ് താഴത്തേക്ക് എടുത്തെഴുതി. മിഡ് പോയിൻ്റ് 15 തൊട്ട് 45 വരെ എടുത്തെഴുതി. എൻ്റെ ഫ്രീക്വൻസിയും താഴത്തേക്ക് എടുത്തെഴുതി. 15 തൊട്ട് 10 വരെയുള്ള ഫ്രീക്വൻസിയും എടുത്തെഴുതി. എൻ്റെ മിഡ് പോയിൻ്റ് 15, 20, 25, 30, 35, 40, 45 എന്ന് എഴുതി. എൻ്റെ ഫ്രീക്വൻസി 15, 33, 56, 103, 40, 32, 10 എന്നും എഴുതി. ഇനി നമ്മൾ ഈ ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ അതെന്താ ചെയ്യുക? കുമുലേറ്റീവ് ചെയ്യണം. കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. CF എന്ന് പറയും. CF കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 15നെ 33 കൊണ്ട് ആഡ് ചെയ്യും. അപ്പോൾ 48 കിട്ടും. 48നെ 56 കൊണ്ട് വീണ്ടും ആഡ് ചെയ്യും. അപ്പോൾ എത്ര ആൻസർ വരിക? 104 ആൻസർ വരും. 104നെ 103 കൊണ്ട് ആഡ് ചെയ്യും. അപ്പോൾ ആൻസർ എത്ര വരിക? 207 വരും. 207നെ 40 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 247 വരും. 247നെ 32 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 279 വരും. 279നെ 10 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 289 വരും. ഇതാണ് നമ്മളുടെ CF എന്ന് പറയുന്നത്, കുമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ CF. ഇനി നമ്മൾ ഇതിൻ്റെ ഏത് കാണണം? ആദ്യം എ വേരിയബിളിൻ്റെ QD കാണണം. ക്വാർട്ടൈൽ ഡീവിയേഷൻ. QD പറഞ്ഞാൽ ഏതാ? ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണണം. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. അതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ ഏത് കണ്ടെത്തണം? Q1 കണ്ടെത്തണം. Q1 കണ്ടെത്താൻ എന്താ ചെയ്യുക? Q1 കാണാനുള്ള ഇക്വേഷൻ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. Q1 സമം സൈസ് ഓഫ് n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റം എന്നാണ് അല്ലേ? Q1 കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ പറയുക? Q1 ഈക്വൽ n1 പ്ലസ് ഡിവൈഡഡ് ബൈ 4th ഐറ്റം എന്നാ പറയുക അല്ലേ? അപ്പം നമ്മൾക്ക് Q1 ഇവിടെ നമ്മൾ മൊത്തം ഫ്രീക്വൻസിയെ മൊത്തം കൂട്ടുന്നതാണ് n. n എത്ര മക്കളെ? 289 നമ്മളുടെ n. അപ്പോൾ 289 കൂട്ടണം 1 ഡിവൈഡഡ് ബൈ 4 4. 289നെ 1 കൊണ്ട് ആഡ് ചെയ്തതിന് ശേഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 290 ഡിവൈഡഡ് ബൈ 4. 290നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരിക? 72.5 എന്ന ആൻസർ കിട്ടും. അപ്പോൾ മക്കളെ നമ്മൾ ഇനി എങ്ങനെയാണ് Q1 കാണുക? ഇവിടെ 72.5 അറിയുമ്പോൾ CFൽ 72.5 ഉണ്ടോ? ഇല്ല. അപ്പോൾ 72നേക്കാൾ മുകളിൽ ഏതാ കിടക്കുന്നത്? 104. അപ്പോൾ ആ 104 നേരെയുള്ള മിഡ് പോയിന്റ് എടുക്കുക 25. അതാണ് ഈ 25. അപ്പോൾ Q1 എന്ന് പറയുന്നത് എത്രയാണ്? 25. ഓക്കെ. Q1 കാണാനുള്ള ടെക്നിക്കാണ് നമ്മൾ കണ്ടെത്തിയത്. Q1 ഈക്വൽ n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റം. n അറിയണത് 289 ആണ്. അത് കൂടെ 1 കൂട്ടുമ്പോൾ 290 ആണ്. 290നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരിക 72.5 ആണ്. ആ 72.5 പറഞ്ഞാൽ 72നേക്കാൾ മുകളിലുള്ളത് നോക്കുക 104 ആണ്. അപ്പോൾ ആ 104ൻ്റെ നേരെയുള്ള മിഡ് പോയിന്റ് എത്ര? 25. അപ്പോൾ നമ്മളെ Q1 എത്രയാണ്? 25. ഓക്കെ. ഇനി നമ്മൾക്ക് Q3 കണ്ടെത്താം. അപ്പോൾ Q3 കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? Q3 ഈക്വൽ സൈസ് ഓഫ് 3. എങ്ങനെയാണ് ഈ Q3 കാണാനുള്ള ഇക്വേഷൻ? ഇവിടെ 3 എന്ന് എഴുതും. n+1 ഡിവൈഡഡ് ബൈ 4 എന്നാണ്. Q3 കാണാനുള്ള ഇക്വേഷൻ Q3 സമം എങ്ങനെയാണ്? 3
n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റം എന്നാ പറയുക. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ 3 ഇട്ടു, പിന്നെ n പറയണത് എത്ര? 289 + 1 ഡിവൈഡഡ് ബൈ 4. 289നെ 1 കൊണ്ട് കൂട്ടും, 290 കിട്ടും. 290നെ 3 കൊണ്ട് ഗുണിക്കും. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര ആൻസർ വരിക? 870 വരും. ആ 870നെ നമ്മൾ എന്തുകൊണ്ടായിരിക്കുക? ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം എത്ര ആൻസർ വന്നേ? 217.5 എന്ന ആൻസർ വരും. അപ്പം എന്താ നമ്മൾ നോക്കുക മക്കളെ? ഈ 217ൻ്റെ മുകളിലുള്ളത് ആരാ? 217.5 പറഞ്ഞാൽ എങ്ങനെ വ്യക്തമാക്കുക? 217ൻ്റെ മുകളിലുള്ളതാണ് ഏത്? 200. നോക്കൂ, ഇവിടെ 207 ഉണ്ട്. അപ്പോൾ പറ്റുമോ? ഇല്ല. 217ൻ്റെ മുകളിലുള്ളത് ഏതാ? 247. അപ്പോൾ 247ൻ്റെ മിഡ് പോയിന്റ് ആയിട്ട് Q3 കാണുക എത്രയാണ്? 35. ടേബിൾ കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ, എന്നാലേ ആൻസർ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് 289നെ 1 കൊണ്ട് കൂട്ടും, എന്നിട്ട് 3 കൊണ്ട് ഗുണിക്കും. അപ്പോൾ ആൻസർ വരും 870. ആ 870നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 217.5 ആൻസർ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ടേബിളിലേക്ക് പോരുക. ടേബിളിൽ നോക്കുക, 217 217ന് മുകളിലോ ഉള്ള സംഖ്യ ഏതാണ്? 247 അപ്പോൾ ആ 247ൻ്റെ നേരെ മിഡ് പോയിന്റ് കടക്കണ കാണാം. എത്ര? 35. അപ്പോൾ Q3 എന്ന് പറയുന്നത് എത്ര മക്കളെ? 35. Q1 എന്ന് പറയുന്നത് എത്രയാണ്? 25. ഇനി നമുക്ക് എന്തേ കണ്ടെത്തേണ്ടുള്ളൂ? QD കണ്ടെത്തിയാൽ മതി. QD കാണാൻ നമ്മൾ എന്താ ചെയ്യുക? Q3 - Q1 ഡിവൈഡഡ് ബൈ 2 എന്ന ഇക്വേഷനിലേക്ക് കടക്കുക. 35 - 25 ഡിവൈഡഡ് ബൈ 2. 35ന്ന് 25 മൈനസ് ചെയ്യുമ്പോൾ 10. 10 ഡിവൈഡഡ് ബൈ 2 ഈ സമം എത്ര ആൻസർ വരിക? 5. അപ്പോൾ നമ്മളുടെ ഈ ഫസ്റ്റ് എ എന്ന വേരിയബിളിൻ്റെ QD എത്രയാണ്? 5. ഈ തന്നിട്ടുള്ള 2 വേരിയബിൾ തന്നിട്ടുണ്ട്, എയും ബിയും. അതിൽ എൻ്റെ വേരിയബിൾ നമ്മൾ കണ്ടെത്തി. എത്രയാണ് ആൻസർ വന്നത്? 5. ഇനി ബി ശരിക്കും ഈ ബി നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ബി എങ്ങനെ കണ്ടെത്തുക നോക്കൂ. ഇങ്ങോട്ട് പോരൂ. ബി നമ്മൾ എടുത്തെഴുതി അല്ലേ? ബീൻ്റെ മിഡ് പോയിന്റുകൾ 100, 150, 200, 250, 300, 350, 400, 450 എന്ന് മിഡ് പോയിന്റ് ബി എഴുതി. അതിൻ്റെ ഫ്രീക്വൻസി എഴുതി. എത്ര? 340, 492, 890, 1420, 620, 360, 187, 140 എന്ന് നമ്മൾ ഫ്രീക്വൻസി എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇത് ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഞാൻ എന്ത് ചെയ്യണം? CF ആക്കണം അല്ലേ? കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫ്രീക്വൻസിയെ ആഡ് ചെയ്യും. ഫ്രീക്വൻസിയെ എങ്ങനെയാണ് ആഡ് ചെയ്യുക? 340നെ 492 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കൂട്ടും, ആഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടുക? 832. 832നെ നമ്മൾ 890 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 1722 ആൻസർ വരും. 1722നെ 1420 കൊണ്ട് ആഡ് ചെയ്യും. നിങ്ങളിത് കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്യണം കേട്ടോ. 1722നെ 1420 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 3142. ആ 3142നെ 620 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 3762. ആ 3762നെ വീണ്ടും 360 കൊണ്ട് ആഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടുക? 4122. ആ 4122നെ വീണ്ടും 187 കൊണ്ട് ആഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടുക? 4309. ആ 4309നെ 140 കൊണ്ട് ആഡ് ചെയ്യും. അപ്പം എത്ര മക്കളെ വരിക? 4449 എന്ന ആൻസർ വരും. അതാണ് നമ്മളെ N കേട്ടോ. N-ആയിട്ടും കാണണം, അതിനെ CF ആയിട്ടും കാണണം. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ QD കാണണം അല്ലേ? അപ്പം അതിൻ്റെ QD കാണുക പറഞ്ഞാൽ എന്താ? QD സമം Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 എന്നാണ് QDൻ്റെ ഇക്വേഷൻ.
പക്ഷെ QD കിട്ടണമെങ്കിൽ Q3 കണ്ടുപിടിക്കണം, Q1 കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് Q1 കണ്ടുപിടിക്കാം. Q1 കണ്ടുപിടിക്കുക. ഇവിടെ N അറിയണത് എത്രയാണ്? Q1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? Q1 സമം 5 ഓഫ് n+1 4th ഐറ്റം എന്നാ പറയുക അല്ലേ? അപ്പോൾ ഇവിടെ N എത്ര മക്കളെ? 4449 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4. 4449 1 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 4450 കിട്ടും. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. അപ്പോൾ എത്ര ആൻസർ വരിക? 1112.5 എന്ന ആൻസർ വരും. അപ്പം നമ്മളത് ടേബിളിൽ തിരഞ്ഞു നോക്കൂ. ഈ 1112 കൂടുതലായിട്ട് വരുന്നത് ആരാണ്? 1722 പറ്റും. കാരണം 1112 കൂടുതൽ വരുന്നത് ആരാ? ടേബിളില് 1722 അപ്പൊ ആ 1722 നേരെയുള്ള മിഡ് പോയിന്റ് എത്രയാണ്? 200. അപ്പൊ ആ 200 Q1. മനസ്സിലായോ? Q1 കണ്ടെത്തിയ രീതി മനസ്സിലായോ? Q1 എങ്ങനെ നമ്മൾ കണ്ടെത്തിയേ? CF ഫുൾ ആഡ് ചെയ്തു, N കിട്ടി, N കൂട്ടിയിട്ട് 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1112 കിട്ടും, 12.5 കിട്ടും. അപ്പോൾ ടേബിളിലേക്ക് നോക്കുക, കണ്ണൊന്ന് ടേബിളിലേക്ക് കൊണ്ടുപോവുക. ഈ 1112.5 കൂടുതൽ ഏതാ വരിക? 1732 പറ്റുമോ? ഇല്ല. അപ്പോൾ 1722 നമുക്ക് പറ്റുക. അപ്പോൾ അതിൻ്റെ നേരെയുള്ള മിഡ് പോയിന്റ് ആണ് ഏതായിട്ട് എടുക്കുക? Q1 ആയിട്ട് എടുക്കുക കേട്ടോ. എത്ര Q1? 200. അടുത്തത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? Q3 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? Q3 എന്ന് പറയുമ്പോൾ എങ്ങനെ ഇക്വേഷൻ എഴുതുക? 5 ഓഫ് 3n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റം എന്നാണ് Q3ൻ്റെ ഇക്വേഷൻ. അപ്പോൾ Q3 എങ്ങനെ ചെയ്യുക? 3 n എത്ര? 4449 N പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4th ഐറ്റം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 4449 കൂടെ 1 കൂട്ടും. അപ്പം 4450 കിട്ടും. അതിനെ 3 കൊണ്ട് ഗുണിക്കും, എന്നിട്ട് 4 കൊണ്ട് ഹരിക്കും. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 3 കൊണ്ട് ഗുണിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? 4 കൊണ്ട് ഹരിക്കും. അപ്പോൾ നമുക്ക് എത്ര ആൻസർ വരിക? അതായത് 3337.5 എന്ന ആൻസർ വരും. 4450 3 കൊണ്ട് ഗുണിച്ച ശേഷം 4 കൊണ്ട് ഹരിക്കണം. അപ്പോഴാണ് നമുക്ക് എത്ര ആൻസർ വരിക? 3337.5 ആൻസർ വരിക. അപ്പോൾ ഈ 3337 കൂടുതൽ ഇവിടെ ആരാ ഉള്ളത്? ഏതാ സംഖ്യ വരിക? 3762 പറ്റും അല്ലേ? 3762. അപ്പോൾ അതിൻ്റെ നേരെയുള്ള മിഡ് പോയിന്റ് 300. ആ 300 ആണ് ഏത്? Q3. അപ്പോൾ നമുക്ക് Q3 എത്ര കിട്ടിയ? 300. ഇനി നമ്മൾ എന്ത് ചെയ്യുക? Q1 നമ്മൾ കണ്ടെത്തി, Q3 നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ എന്താ ചെയ്യുക? QD സമം, അത് ക്വാർട്ടർ ഡീവിയേഷനിലേക്ക് ഇടുകയാണ്. QD സമം Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. Q3 300, Q1 200. 300 മൈനസ് 200 ഡിവൈഡഡ് ബൈ 2. 300ഉം 200ഉം മൈനസ് ചെയ്യുമ്പോൾ 100. 100 ഡിവൈഡഡ് ബൈ 2 സമം 50. അപ്പോൾ ഏത് വേരിയബിൾ അവിടെ കൂടുതൽ? B ആണോ A ആണോ? Aയിൽ നമുക്ക് ആൻസർ കിട്ടിയത് QD 5 ആണ്. Bയിൽ നമുക്ക് ആൻസർ കിട്ടിയത് QD 50 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് മോർ വേരിയബിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്? 50. ഏതിലെ? ബിയിലെ വേരിയബിൾ ആണ് കൂടുതൽ. QD ബിയിലാണ് കൂടുതൽ. എത്രയാണ്? 50. അപ്പോൾ കുട്ടികളെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ 9 ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്തു. ഇനി ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടിയാണ് നമുക്ക് ഡിസ്കഷൻ ചെയ്യാനുള്ളത്. അത് നമുക്ക് ക്വാർട്ടർ ഡീവിയേഷൻ തന്നെയാണ്. പക്ഷെ നമുക്കത് ഇത്രയും നമ്മൾ ചെയ്തത് ഇതുപോലെ സിമ്പിൾ നമ്പർ തന്നിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ക്ലാസ്സുകൾ തന്നിട്ടാണ് 10, 15, 20, 25 അങ്ങനെ ക്ലാസ്സുകൾ തന്നിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ക്വാർട്ടർ ഡീവിയേഷൻ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ മെത്തേഡാവില്ല, മെത്തേഡിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് 10th ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് ഈ യൂണിറ്റിലെ 9th യൂണിറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കഷൻ ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ചെയ്യുന്ന മെത്തേഡാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ 2-3 പ്രോബ്ലംസ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 8 അതേപോലെ 9, 8, 9 ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കണക്കാക്കാനുള്ള രീതികളൊക്കെ 7 തൊട്ടിട്ട് അല്ലേ 7, 8, 9 ഈ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെയാണ് കാണുന്നത് മനസ്സിലാക്കി. പക്ഷെ ഇവിടെയും ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ സെയിം ഇക്വേഷൻ ആണെങ്കിൽ പോലും ചെയ്യുന്ന മെത്തേഡിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ക്വസ്റ്റ്യന്റെ പാറ്റേൺ ആണ് ആ ചെയ്യുന്ന മെത്തേഡ് മാറാനുള്ള കാരണം. ഇതുവരെ നമ്മൾ ചെയ്ത അതേ രീതിയിലല്ല, നമ്മൾ ഇനി ചെറിയൊരു ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇക്വേഷൻ ക്വാർട്ടൈൽ ഡീവിയേഷന്റെ ഇക്വേഷൻ ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ ചെയ്യുന്ന രീതിയിൽ ഒരു മാറ്റമുണ്ട്. കാരണം ക്വസ്റ്റ്യൻ ഇവിടെ ക്ലാസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. എങ്ങനെ ക്ലാസ് ആയിട്ട് തരിക പറഞ്ഞാൽ എങ്ങനെ 10, 15, 15, 20 അങ്ങനെ ക്ലാസ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ചെയ്യുന്ന രീതിയിലും എന്ത് വരാനുള്ള കാരണം, ഡിഫറൻറ്റ് വരാനുള്ള കാരണം. അപ്പൊ നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡിലെ ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 124 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇക്വേഷനിലൊക്കെ മാറ്റം വരാം. അതായത് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ Q3 കാണാനും Q1 കാണാനും വേറൊരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് ക്ലാസ് വന്നോണ്ടാട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കൂ. Calculate the coefficient of quartile deviation from the following data. താഴെ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ഡാറ്റ നോക്കൂ. ക്ലാസും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. സാധാരണ നമുക്ക് എങ്ങനെയായിരുന്നു ക്ലാസ് തന്നിരുന്നത്? ഒരൊറ്റ മിഡ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തന്നിരുന്നത് അല്ലെ. ഒരൊറ്റ ഇതായിട്ട് 110, 120 അങ്ങനെ ഒന്നിച്ചിട്ടായിരുന്നു. ഇത് അങ്ങനെയല്ല, 10, 15, 15, 20, 20, 20 അങ്ങനെ ക്ലാസ് ആക്കിയിട്ടാണ് തന്നത്. അതുകൊണ്ടാണ് ഈ Q3യുടെയും Q1ന്റെയും ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരാനുള്ള കാരണം കേട്ടോ. QD കാണാനുള്ളത് തന്നെയാണ്, ഈ സെയിം ഇക്വേഷൻ ആണെങ്കിൽ പോലും Q3 കണ്ടെത്തുമ്പോഴും Q1 കണ്ടെത്തുമ്പോഴും ചെറിയൊരു ഇക്വേഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇതൊരു കണ്ടിന്യൂസ് പാറ്റേൺ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് 10, 15, 15, 20, 20, 25, 25, 30, 30, 40 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 40, 50, 50, 60, 60, 70. അതിന്റെ ഫ്രീക്വൻസി എത്ര? 4, 12, 16, 22, 10, 8, 6, 4, 8. അതാണ് അതിന്റെ ഫ്രീക്വൻസി. അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ശരിയാക്കി എഴുതാം. നമ്മളെ ക്ലാസ് തന്നെ ഒരു തെറ്റിച്ചിട്ടാ തന്നത്. ക്വസ്റ്റ്യനിലെ ക്ലാസ് തന്നത് ഡിസോർഡർ ആയിട്ടാ തന്നത്. അതിന് നമുക്ക് ഓർഡർ ആക്കാം ആദ്യം. അപ്പൊ ആൻസർക്ക് കിടക്കാം. ക്ലാസ്സിനെ നമുക്ക് ഓർഡർ ആക്കുമ്പോ എങ്ങനെയാ വരിക? 10, 15, 15, 20, 20, 25, 25, 30. പിന്നെ വരേണ്ടത് 30, 35 ആണ്. പക്ഷെ ക്വസ്റ്റ്യനില് ആ ഓർഡർ പാറ്റേൺ തെറ്റിയിട്ടുണ്ട്. എത്രയാണ്? 30, 40 എന്നാ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ എന്താക്കി മാറ്റി? ശരിക്കും ഓർഡർ ആക്കി മാറ്റി. 30, 35 തന്നെ ആക്കി മാറ്റി. പിന്നെ 35, 40 എന്നാക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ തെറ്റാണ്. 40, 50 എന്നായിരുന്നു. അങ്ങനെ വേണ്ട, നമുക്ക് എന്താ ആക്കി ഓർഡർ ആക്കി എഴുതി. നമ്മള് 35, 40 എന്ന് ഓർഡർ ആക്കി എഴുതി. അതേപോലെ 40, 45, 45, 50, 50, 55 അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട്. ഡിസോർഡർ ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? ഓർഡർ ആക്കി മാറ്റണം. നിങ്ങളിങ്ങനെ ഓർഡർ ആക്കി മാറ്റുന്നതിന് നിങ്ങൾക്ക് ഒരു 1.5 മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നത് ഡിസോർഡർ ആയിട്ടായിരുന്നു, അതിനെ നമ്മൾ ഓർഡർ ആക്കി മാറ്റി. പിന്നെ നമുക്ക് ഈ ഫ്രീക്വൻസി ഓരോന്നിന്റെയും ഫ്രീക്വൻസി എഴുതിയിട്ടുണ്ട്. അതിന്റെ എന്ത് കാണണം? CF കാണണം. കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയും. CF അഥവാ കുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ നമ്മൾ ഓരോന്നിനെയും ആഡ് ചെയ്യാണ്. ഫ്രീക്വൻസി 4 ആണ്. അതിനെ കുമുലേറ്റീവ് ചെയ്യാന്ന് എന്താ? ആഡ് ചെയ്യാ. 4നെ 12 കൂടെ ആഡ് ചെയ്യുമ്പോ 16 ആവും. പിന്നെ 16നെ ആഡ് ചെയ്യുമ്പോ 32 ആവും. 32നെ 22നെ ആഡ് ചെയ്യുമ്പോ 54 ആവും.
54നെയും 10നെയും ആഡ് ചെയ്യുമ്പോൾ 64 ആവും. 64നെയും 8നെയും ആഡ് ചെയ്യുമ്പോൾ 72 ആവും. 72നെയും 6നെയും ആഡ് ചെയ്യുമ്പോൾ 78 ആവും. 78നെയും 4നെയും ആഡ് ചെയ്യുമ്പോൾ 82 ആവും. ഓക്കെ, 82നെയും 8നെയും ആഡ് ചെയ്യുമ്പോൾ 90 ആവും. അപ്പൊ നമ്മളെ ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് ചെയ്തു? ക്യുമുലേറ്റീവ് ചെയ്തു. ക്യുമുലേറ്റീവ് എന്താ? ആഡ് ചെയ്ത് കൊണ്ടുവന്നു. അതേപോലെ ഫ്രീക്വൻസിയെ കൂട്ടി വെക്കുമ്പോഴും ഇത് തന്നെ വരും, 90 തന്നെ വരും അല്ലേ? മുഴുവനും കൂട്ടുമ്പോഴും ഫ്രീക്വൻസി n സമയം എത്രയാണ്? 90. ഇനി നമ്മൾക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് കടക്കാം. ഇക്വേഷൻ എന്താ? ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ Q3 - Q1 divided by 2. Q3 - Q1 divided by 2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അത് നമ്മൾ ഏതിലിട്ടിട്ടാ ചെയ്യേണ്ടത്? കണ്ടിന്യൂ സീരീസിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം Q1 കാണണം, Q3 കാണണം, എന്നിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ Q1 ചെയ്യുമ്പോൾ ആദ്യം മറ്റോടത്ത് നമ്മൾ എന്താ ചെയ്തിരുന്നത്? n/4 മാത്രം കണ്ടിട്ട് ഈ ഫ്രീക്വൻസിന് ആൻസർ കണ്ടെത്തുക ചെയ്തിരുന്നത്. ഇനി അത് പറ്റില്ല, കാരണം ഇവിടെ ക്ലാസ് തന്നതുകൊണ്ട് അങ്ങനെ പറ്റില്ല. അപ്പൊ നമ്മള് ഇക്വേഷൻ Q1ന്റെ ഇക്വേഷൻ എങ്ങനെ? L1 plus n/4 minus CF all divided by F into I. ഇതാണ് നമ്മുടെ Q1 കാണാനുള്ള ഇക്വേഷൻ. കണ്ടിന്യൂ സീരീസില് Q1 കാണാനുള്ള ഇക്വേഷൻ ആണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് Q1 കാണല്ലേ? Q1 കാണാനുള്ള ഇക്വേഷൻ ആണിത്. L1 plus n/4 minus CF all divided by F into I എന്നാണ് ഇക്വേഷൻ. അതിൽ n/4 കണ്ടുപിടിക്കാം. n പറയുന്നത് എത്ര മക്കളെ? 90. 90/4 എത്ര? 22.5. 22.5 അറിയുമ്പോ CF-ൽ 22-നേക്കാൾ കൂടുതലുള്ളത് ആരാ? 32. അപ്പൊ 32 ആണ് നമ്മൾ എന്താക്കി എടുക്കുക? ക്ലാസ് ആക്കിയിട്ടും ഫ്രീക്വൻസി ആയിട്ടും CF ആയിട്ടും കാണുക. അപ്പൊ 32 എടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? 90 divided by 4. 90നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 22.5 ആണ്. ആ 22.5 എന്ന് പറഞ്ഞാൽ എന്താ? 22 ഒന്നില്ലെങ്കിൽ 22 അല്ലെങ്കിൽ 22ന് മുകളിലുള്ള സംഖ്യ ആയിരിക്കണം. അതാ ഇവിടെ ഏതാണ്? 32 ആണ് അല്ലെ? ഇപ്പൊ 32ന് കണക്കാക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ്. അതിന്റെ L1 എടുത്തു, എത്ര? 20 എടുത്തു. ഫ്രീക്വൻസി 16 എടുത്തു. CF എത്ര തന്നെയാണ്? 32 ആണ്. CF 32, ഫ്രീക്വൻസി F 20, L1 അല്ലേ? നമ്മൾ അതിനൊക്കെ ഇക്വേഷനിക്ക് കൊണ്ടുവരാം. നോക്കൂ, അപ്പൊ L1 20 ആണ് നമുക്ക് മനസ്സിലായി. ഇതെങ്ങനെ കിട്ടിയേ? 90നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 22.5 കിട്ടും. 22.5 പറയുന്നത് എന്താണ്? ഇതിലെ ഏതാ? 22-നേക്കാൾ മുകളിൽ വരുന്നത് ഏതാ? 32. അപ്പൊ 32നെ CF ആക്കിയിട്ടും അതിന് നേരെയുള്ളത് ഫ്രീക്വൻസി ആക്കിയിട്ടും L1നെ 20 ഈ ഹാഫ് ഇന്റർവെൽ ആക്കിയിട്ട് എടുത്തു. ഇനി നമ്മൾ അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷനിലേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മൾ പഠിച്ചു, അതായത് L1 20, F 16, CF 32. അതേപോലത്തെ CF പറയുന്നത് എത്രയാണ്? 32. 90/n/4 എത്രയാണ്? n/4 ആണ് 22.5 അല്ലേ? n/4 ആണ് കേട്ടത്. ഈ n/4 പറയുന്നത് എത്രയാണ്? 22.5. ഇതാണ് നമ്മുടെ ഇക്വേഷനിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ. നമ്മള് ഇക്വേഷൻ ടീച്ചറോട് എഴുതിയിട്ടിരുന്നു. L1 പറയുന്നത് എത്ര? 20. അതെ, n/4 പറയുന്നത് എത്ര കണ്ടെത്തിയ? 22.5. CF പറയുന്നത് എത്രയാണ്? CF ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രയാണ്? CF എന്ന് പറയുന്നത് നമ്മൾ 16 ആട്ടോ എടുക്കുക. അതായത് ഇതിന്റെ മുകളിലുള്ളതായിട്ടാട്ടോ CF എടുക്കുക. CF ഓക്കെ. CF ആയിട്ട് നമ്മൾ എടുത്തത് എത്രയാണ്? 16 അല്ലേ?
കാരണം എന്താണ് 32ന് മുകളിലുള്ളതായിട്ടാണ് CF ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ 16 എടുത്തു. ഇനി നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യും? 22.5നെ 16 കൊണ്ട് മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6.5 കിട്ടും. നമ്മളെ F എന്ന് പറയുന്നത് ഫ്രീക്വൻസി 16 തന്നെ. അപ്പൊ 20 പ്ലസ് 6.5 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 5. ഇവിടെ മാറരുത്. ഈ 22.5നേക്കാൾ മുകളിലുള്ളത് 32 ആണ്. പക്ഷെ അതിന്റെ മേലുള്ളതാണ് CF ആയിട്ട് കാണുക കേട്ടോ. അപ്പൊ നമ്മള് എന്ത് ചെയ്തു? 20 പ്ലസ് 22.5 നിന്ന് 16 മൈനസ് ചെയ്യും. അപ്പൊ 6.5 കിട്ടും. പിന്നെ നമ്മള് ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 5. നമ്മള് 20 ഈ 6.5നെ 16 കൊണ്ട് ഹരിക്കും. അപ്പൊ എത്ര കിട്ടുക? 0.406 ഇൻറ്റു 5 കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യും? 20 പ്ലസ് 0.406നെ 5 കൊണ്ട് ഗുണിക്കും. അപ്പൊ എത്ര ആൻസർ കിട്ടുക? 2.03 ആൻസർ കിട്ടും. ആ 2.03നെ 20 കൊണ്ട് ആഡ് ചെയ്യും, കൂട്ടും. അപ്പൊ Q1 എത്ര ആൻസർ വരിക മക്കളെ? 22.03 എന്ന Q1 ആൻസർ കിട്ടി. അപ്പൊ നമ്മള് Q1 കണ്ടെത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് കാണേണ്ടത് ഏതാ? Q3 കാണണം. അപ്പൊ Q3 കാണാനുള്ള ഇക്വേഷൻ എന്താ? L1 പ്ലസ് 3n ഡിവൈഡഡ് ബൈ 4 ബൈ CF F ഇൻറ്റു I. അതാണ് നമ്മളുടെ Q3 കാണാനുള്ള ഇക്വേഷൻ. നോക്കൂ, അതിന് നമ്മള് എന്ത് ചെയ്തു? 3n/4 ഈക്വൽ. അപ്പൊ ആദ്യം നമ്മൾ 3n/4 കാണണം. ഇതൊക്കെ കണ്ടുപിടി, ഈ ഇക്വേഷനിലൊക്കെ കാണണം. അപ്പൊ ആദ്യം 3n/4 കാണാം. 3n/4 എന്താ? n എത്ര മക്കളെ? 90 ആണ്. 3 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 4 എന്നാണ്. 90നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 270 വരിക. ആ 270നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 67.5 ആൻസർ വരും. 67.5 എത്ര? 67നേക്കാൾ കൂടുതലാണ്. 67നേക്കാൾ കൂടുതൽ 72 വരിക. അപ്പൊ 72ന്റെ CF ആണ് 64. അപ്പൊ ഇവിടെ CF പറയണത് എത്രയാണ്? 64. അതായത് 3 ഇൻറ്റു 90. 3n/4 ആണ് കണ്ടത്. 3n/4 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 90/4. 3നെ 90 കൊണ്ട് ഗുണിക്കുമ്പോൾ 270 കിട്ടും. അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 67.5 കിട്ടും. അപ്പൊ 67.5നേക്കാൾ വലുത് എന്നാണ് നമ്മളുടെ തിയറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇതിനേക്കാൾ വലുത് ഏതാ? 72 ആണ്. അപ്പൊ 72ന്റെ മുകളിലുള്ളതിനെ കേട്ടോ CF ആയിട്ട് കാണുക. അത് 64. F 8 ക്ലാസ് 35. ഇനി നമ്മൾ അതൊക്കെ ഇങ്ങോട്ട് എഴുതുക. L1 പറയുന്നത് എത്രയാണ്? 35. CF പറയുന്നത് എത്രയാണ്? 64. F എന്ന് പറയുന്നത് എത്ര? 8. I എന്ന് പറയുന്നത് ഇന്റർവെല്. എത്ര വ്യത്യാസം ഇവിടെ വരുന്നത്? 5. ഈ I എന്ന് പറയുന്നത് ഈ ക്ലാസ് ഇന്റർവെല് എത്ര വരുന്നത്? 10 to 15. അപ്പൊ അവിടെ എത്ര വ്യത്യാസം? 5. ഇതിനൊക്കെ നമ്മൾ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നു. L1 എന്ന് പറയുന്നത് 35 പ്ലസ് 3n/4 എന്ന് പറയുന്നത് എത്രയാണ്? 67.5 മൈനസ് CF എന്ന് പറയുന്നത് എത്രയാണ്? 64. F എന്ന് പറയുന്നത് എത്രയാണ്? 8 ഇൻറ്റു 5. ഇനി എന്താ ചെയ്യാ? 67.5നെ 64 കൊണ്ട് മൈനസ് ചെയ്യും. അപ്പൊ എത്ര ആൻസർ വരിക? 3.5 വരും. 35 പ്ലസ് 3.5 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 5 വരും ആൻസർ. ആ 3.5നെ 8 കൊണ്ട് ഹരിക്കും. അപ്പൊ എത്ര ആൻസർ വരിക? നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കണം, ചെയ്ത് നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഈ 3.5നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസർ വരിക 0.4375 എന്ന് വരും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? 5 കൊണ്ട് ഗുണിക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 2.1875 കിട്ടും. അപ്പൊ 35 പ്ലസ് 2.1875 35നെ 2.1875 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കൂട്ടും. അപ്പൊ നമുക്ക് എത്ര ആൻസർ വരിക? Q3 സമം 37.1875 ആൻസർ വരും. മക്കളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ 35 ഏതാ? L1.
67.5 ഏതാ? ഇത് ഈ n-നെ 3 കൊണ്ട് ഗുണിച്ചുകൊണ്ട് 4 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 67.5. 67.5 പറയുന്നത് എത്രയാണ് അവിടെ? CF-ൽ 72 ആണ്. 72ന്റെ CF ആണ് 64. പിന്നെ F പറയുന്നത് 8. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 67.5-നെ 64 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 3.5 കിട്ടും. 3.5-നെ 8 കൊണ്ട് ഹരിക്കും. അപ്പൊ നമുക്ക് 0.4375 കിട്ടും. അതിനെ 5 കൊണ്ട് ഗുണിക്കും. അതിനുശേഷം 35 പ്ലസ് ഈ 0.4375-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര ആൻസർ വരിക? 2.1875 എന്ന് വരും. അതിനെ നമ്മൾ 35 കൊണ്ട് കൂട്ടുമ്പോൾ ആൻസർ വരിക Q3 സമം 37.1875 എന്ന് വരും. എന്നിട്ട് അപ്പൊ Q3 കിട്ടി, നമുക്ക് Q1 കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ? QD കാണാനുള്ള ഇക്വേഷൻ എന്താ കുട്ടികളെ? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 എന്നാണ് QD ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മള് Q1 എത്ര, നമുക്ക് Q3 എത്ര കിട്ടിയേ? 37.18 എന്നാണ് Q3 കിട്ടിയത്. ഇത് Q3. Q1 എത്ര നമുക്ക് കിട്ടിയിരുന്നത്? 22.03 ആണ് കിട്ടിയത്. ഓൾ ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് ഈ 37.18 നിന്ന് 22.03 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരിക? 15.15 ആൻസർ വരും. അതിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്രയാണ് നമ്മളെ QD കിട്ടിയത്? 7.57 എന്ന് നമുക്ക് ആൻസർ വരും. അപ്പൊ കുട്ടികളെ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 10 ക്വസ്റ്റ്യൻ നമ്മൾ ടീച്ചർ ഡിസ്കഷൻ ചെയ്ത് തന്നു. ഈ 10 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.